ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈദ് ഷോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഗായ്സ്, ഞാൻ കറുത്തൂരിൽ കൂടെയാണ് പോകുന്നത്. പെരുന്നാളായതുകൊണ്ട് അവിടെ ഡ്രസ് കടയിലൊക്കെ മാല ബൾബും ഇതൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് ഹന്നാസും ഷഹനാസും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മാല ബൾബൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഏത് കടയൊക്കെ പോകണമെന്ന് പറഞ്ഞില്ല. പൂനാട്ടത്തെ ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകാനാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏത് കടയെന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. ഏതിൽക്കാ പോവാന്നുള്ള സംശയത്തിലാണ്. അത് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ്. ഉണ്ണിനായിട്ട് ഞാൻ പിടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഞങ്ങൾ ബാഴ്സലോണയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിഷയം മാറ്റി. അവിടെ ഒരു മണവാട്ടി പറഞ്ഞിട്ടൊരു കട ഉണ്ട്. ആ കടയ്ക്ക് ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. കണ്ട, ഞാനാണ് നടന്നു പോകുന്നത്. എൻ്റെ ഒക്കത്തിരിക്കുന്ന എൻ്റെ കൊച്ചുപ്പാൻ്റെ കുട്ടിയാണ്. കൊച്ചുപ്പ ആരാണ് പറഞ്ഞത്? എൻ്റെ ഉപ്പാൻ്റെ അനിയനാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ മോളിലാണ് ഡ്രസ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ മോൾക്ക് കയറി പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു മിറർ കണ്ടു. അപ്പോൾ എൻ്റെ പെങ്ങളൊക്കെ വന്നിട്ട് ശല്യപ്പെടുത്തിന്നെ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഞാൻ പോകുന്നിടത്തേക്കൊക്കെ അവർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ വേഗം പോയി കയറിയിരുന്നു. കണ്ടോ? പിന്നെ ഞാൻ ഡ്രസ്സ് വെക്കണ ഒരാളുടെ മാതിരി ഇങ്ങനെ അവിടെ നിന്നിട്ട് കാട്ടാൻ വിചാരിച്ചു. ഇതിൻ്റെ കൊച്ചുപ്പാൻ്റെ അനിയത്തിയാണ് നടന്നത്. പിന്നെ അതാ ഞാൻ അങ്ങനെ ആ ഭാഗം കാണിച്ചിട്ടാണ്. അതാ ഞാൻ കുറച്ചു നേരം പിന്നെ അവിടുത്തെ മുകളിലത്തെ ആളിനായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് എൻ്റെ അനിയത്തി അവിടെ കണ്ട പ്രതിമകളുടെ കൂടെ ഓരോ കോപ്രാട്യങ്ങളും പോസൊക്കെ ഇട്ടിട്ട് കളിക്കണ്. അതിൻ്റെ കൂടെ ഇതാ മറ്റേ കോച്ചുപ്പാൻ്റെ മോളും വന്നു. പിന്നെ എന്തായി ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ അവരുടെ കോപ്രാട്യങ്ങളൊക്കെ കണ്ടിട്ട് അന്തം മുട്ട പോയതിരി നിൽക്കുകയാണ്. കണ്ടോ ഗൈസ്, ഞാനും കണ്ടിട്ടുണ്ട് കുറച്ച് കോപ്രാട്യം. മണവാട്ടി കടയിൽ നിന്ന് എൻ്റെ ഈ ഉമ്മാക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ വേറെ കടയിൽ ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ബാഴ്സലോണ തന്നെ കയറി. അവിടെ 2 ബാഴ്സലോണ ഉണ്ട്. ഈ ഷർട്ടിക്ക് ഈ ബാഴ്സലോണ എന്നാണ് കിട്ടിയത്. ഈ ഇട്ട പാൻറ് ഈ പാൻ്റ് അല്ല കേട്ടോ, അതിനിട്ട പാൻറ് ഈ കടയിൽ നിന്നാണ്, മെക്സോ എന്നാണ് കിട്ടിയത്. ഇവിടുന്ന് ഞാനത് മേടിച്ചിട്ട് വന്നതാണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ സമയം കുറേ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ടോപ്പ് ചിക്കൻ എന്ന് പറഞ്ഞ കടയ്ക്കാണ് ഞങ്ങൾ കയറുന്നത്. അവിടെ കാണാൻ നല്ല രസമൊക്കെയാണ്. വലിയ റിച്ച് സെറ്റപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു AC ഒക്കെ ഉള്ള റൂമാണ് കിട്ടിയത്. ഞങ്ങളെന്താ ഓർഡർ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഇരുന്നു. ഉണ്ടോ? ഇത് കിച്ചണാണ്. അവിടെ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ക്ലാസ് ഉണ്ടായി. അപ്പോൾ വെള്ളം ഒഴിച്ചു. പിന്നെ പ്ലേറ്റ് വന്നു. പ്ലേറ്റിൽ വലിയ റിച്ച് സെറ്റപ്പിലൊക്കെ ടിഷ്യൂ ഒക്കെ തന്നു. പിന്നെ മന്തി വന്നു. എൻ്റെ അനിയത്തി ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഓള് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു. പിന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസാണ് പറഞ്ഞത്. ഞങ്ങൾ ബില്ല് വരാൻ വേണ്ടി കാത്തു നിന്നു.
പിന്നെ ഞാൻ എൻ്റെ കൊച്ചുപ്പാൻ്റെ ചെറുതിനെ എന്താ പറയുക എടുത്തു. ഇതാ എൻ്റെ ബാക്കിൽ നിൽക്കണതാണ് കൊച്ചുപ്പ. പിന്നെ ഞാൻ പറയണത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ്. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. ശരിക്കും വീഡിയോക്ക് വേണ്ടി കാട്ടിയതാണ്. അപ്പോൾ ടാറ്റ, ഗുഡ് ബൈ.